ഇതൊരു കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് യോക്ക് കയറി നിൽക്കുമല്ലോ നമ്മൾ വെസ്റ്റിൻ്റെ അവിടെ, അങ്ങനെ കയറി നിന്നിട്ട് വരുന്ന ഒരു യോക്കോട് കൂടിയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്യാനാണ് കേട്ടോ. ഇതിന് ലൈനിങ്ങും ഉണ്ട്. ഇത് നല്ല കടലോ വെൽവെറ്റാണ്. ഇതിൻ്റെ ലെങ്ത് തന്നെ വരുന്നത് ആകെ 14 ഇഞ്ച് ലെങ്ത് തന്നെ വരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഈ പേപ്പറിലാണ് കേട്ടോ പാറ്റേൺ കട്ട് ചെയ്യാൻ പോണേ. യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ 5 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് ഇവിടെ 1/2 ഇഞ്ചും ഇവിടെ 1/2 ഇഞ്ചും അങ്ങനെ 6 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിട്ടോ. ഷോൾഡർ വന്നിട്ടുള്ളത് 7 ആണ്. അപ്പം 3.5 വരിക. ആ 3.5 ഉള്ളത് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് 3.25 സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം 3.25 അടയാളപ്പെടുത്തി അവിടുന്ന് താഴേക്ക് 3.5 അടയാളപ്പെടുത്തിട്ടോ. യോക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇവിടുന്ന് 3.25 ഇവിടുന്ന് എടുത്തെങ്കിൽ നമ്മളെ വര ലൈന് കറക്റ്റ് ആവുള്ളൂ. അപ്പം ഈ ചെസ്റ്റ് വന്നിട്ടുള്ളത് 17.25 അപ്പോൾ 17.25 4 വരുന്നത് 4.25 കേട്ടോ. 4.25ക്ക് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 5 അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പും. ഇതന്നെ കറക്റ്റായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് 4 ആണ്. അപ്പോൾ ഈ 4 വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് 16 അപ്പം 4 മതി. 4, 4.5, 4.25 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് കറക്റ്റായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മളിതൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓക്കെ. ഇനി ഈ ലൈന് ഇതുപോലെയാണ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് കണ്ടല്ലോ, ശരിക്കും മനസ്സിലാവേണ്ടത് കരുതണം കേട്ടോ. ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ 3.5ൻ്റെ പാതി വരുന്ന 1.25, ഈ 1.25 സ്ലീവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇനി അടയാളപ്പെടുത്താനുള്ളത് ഇവിടെ ചെറിയൊരു 1/2 ഇഞ്ചോളം ഇവിടുന്ന് ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഇത് കണ്ടല്ലോ, ചെറിയൊരു ചെരിവ് അത്രയും മാത്രം മതി കേട്ടോ. ചെറിയ കുഞ്ഞു ബേബിക്കാണ്. അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നെക്കാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സിബ് കൊടുക്കണം കേട്ടോ. അടുത്തത് നമ്മൾ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്താൻ പോണത്. ഇവിടുന്ന് കറക്റ്റായിട്ട് 1.25 നെക്കിൻ്റെ 1.5 1.25 നെക്കിൻ്റെ വിടുത്തും 2 നെക്കിൻ്റെ ലെങ്ത്തുമാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കറക്റ്റായിട്ട് 1.25 വിടുത്തും 2 നെക്കിൻ്റെ ലെങ്ത്തുമാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കട്ട് ചെയ്യണില്ല. ഇത് നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഫ്രണ്ടും ഇവിടുന്ന് ബാക്കും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യണ കണ്ടാലോ, ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തും കേട്ടോ. ഒരു 1/2 ഇഞ്ച് മതി കേട്ടോ. കാരണം നമ്മളിതിൽ വിടണത് ഇത് ഉണ്ടല്ലോ ഇത്ര അടയാളപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് നേരെ ഇതിവിടെ വെക്കുക. കറക്റ്റായിട്ട് വരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആണല്ലോ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ഇതൊക്കെ ലൈനിങ്ങിലിട്ട് മറിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുക. ഇതാണ് കേട്ടോ കറക്റ്റായിട്ട് ഉണ്ടല്ലോ. ഇത് ബാക്ക് പാർട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് നേരെ ഇതുപോലെ എടുത്തിട്ട് ഈ ഇവിടെ തന്നെ ഇത് ഫ്രണ്ട് വെക്കുമ്പോൾ ഈ വെക്കുന്നതാ സെയിം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റായിട്ട് ഒപ്പം വെക്കുക. എന്നിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യണത്. വ്യത്യാസങ്ങളൊന്നും കൊടുക്കണില്ല. നെക്കിൻ്റെ ലെങ്ത്ത്
2 ഇഞ്ചിലും നെക്കിൻ്റെ വിടുത്ത് ഇത് 1.5 ഇഞ്ചാകുമ്പോൾ ഏകദേശം 1.25 വരും. കാരണം ഇവിടെ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പോൾ 1/4 ഇഞ്ച് ഇവിടെ പോകും. അപ്പോൾ അത് കിട്ടും കേട്ടോ. ഇതാണ് നെക്ക് വരുന്നത്. ഇതന്നെ കറക്റ്റായിട്ട് ഫ്രണ്ടും ബാക്കും ഒരേ അളവിന് കട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് ലൈനിങ്. ഇനി മെയിൻ മെറ്റീരിയൽ ഇതാണ് കേട്ടോ വരുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ആദ്യം എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് 2 കുട്ടികൾക്കുള്ളതാണ്. ഇത് കുറഞ്ഞ തുണിയുള്ളൂ. രണ്ടും ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്. 6 മാസം 3 മാസം ആയ പോലത്തെ കുട്ടികൾക്കാണ് കേട്ടോ. അപ്പം ഏകദേശം ഈ ക്ലോത്ത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോത്തിൻ്റെ വീതി വരുന്നത് 60 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഇത് ഒരു ഭാഗം വരുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 2 ഭാഗം കൂടി 20 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 60 കറക്റ്റായിട്ട് ഇത് ഒരൊറ്റ കട്ടിങ്ങിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മടക്കിയിടട്ടെ കറക്റ്റായിട്ട്. അതേ ഈ ഒരു ലൈസ് കൂടെ ഉണ്ട് കേട്ടോ ഇതിന്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ കറക്റ്റായിട്ട് ആ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 60 ഇഞ്ച് ചെയ്യുമെന്ന് കിട്ടിയപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ഫ്രോക്ക്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കാണുന്നത്. ബാക്കിയൊന്നും എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തത് കാണാനില്ല. ഞാൻ കട്ടിങ് ഫുള്ളായിട്ടും സ്റ്റിച്ചിങ്ങും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ ഫോണിൽ കാണുന്നില്ല. അപ്പം സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ലൈനിങ് വെച്ചിട്ട് ഒക്കെ മറച്ചടിച്ചെടുക്കുകയാണ് ചെയ്തത്. സ്ലീവും നെക്കും ഒക്കെ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തായ് ഭാഗത്ത് യോക്ക് ഫ്രില്ലിട്ടെടുത്ത് ഇതേപോലെ ഇതിൽ കാണുന്ന പോലെ ഫ്രില്ലിട്ടെടുത്ത് അതിന് ശേഷം ആ കാണിച്ച ലേസും അതിന്മേൽ അറ്റാച്ച് ചെയ്തിട്ടു. അതിന് ശേഷം ആ ലേസ് കൊണ്ട് ഒരു കുഞ്ഞു ബോ ഉണ്ടാക്കിയിട്ട് ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട കേട്ടോ. അത് കൈത്തുന്നാണ് ചെയ്യണത്. അതിന് ശേഷം ഇതിൻ്റെയൊക്കെ ഉൾഭാഗമൊക്കെ കുത്താതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഓവർലോക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ഈ ഫാഷൻ മേക്കർമേ ഉഷ ജാനോമിൻ്റെ അല്ലൂർ DLXലാണ് കേട്ടോ ഞാൻ ഓവർലോക്കൊക്കെ ചെയ്യണത്. അപ്പം എൻ്റെ കയ്യിൽ ഇതാണ് ഓവർലോക്ക് മെഷീൻ ഉള്ളത്. കറക്റ്റായിട്ട് ഞാൻ ഓവർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് അതിന് ശേഷം ഇതിലുള്ള ലേസും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ സൈഡ് ഭാഗത്തും അതേപോലെ തന്നെ ഓവർലോക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ. അല്ലാഞ്ഞാൽ അതിനൊരു ഫിനിഷിങ് തോന്നൂല. അപ്പം ഇതിൽ ചെയ്തിട്ടുള്ള 2 ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടാലോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആകെ ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് പോലെ ചെസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ യോക്ക് വരുന്ന രൂപത്തിലാണ് കേട്ടോ. ബെസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് ഇന്ന യോക്കിൻ്റെ ലെങ്ത്തിലാണോ അങ്ങനെ വരുന്ന രൂപത്തിലാണ്. വെൽവെറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആകെ 5 ഇഞ്ചുള്ളൂ കേട്ടോ ഇത്. അതേപോലെ തന്നെ താഴത്തേക്ക് ഫ്രില്ലിട്ടാണ് കൊടുത്തിട്ടുള്ളത് സാധാ പോലെ. പക്ഷേ നല്ല ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. ആ ലേസ് കൊണ്ട് തന്നെ ഒരു ബോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട്. സിബ് ഏകദേശം യോക്ക് ഇറക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞുടുപ്പാണ്, എങ്ങനെ പറയാമെന്നറിയില്ല, അത്ര ചെറിയ കുഞ്ഞു കുട്ടിക്കുള്ളതാണ് കേട്ടോ. 6 മാസക്കായ. ഇതിക്ക് ഒരു ബോയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബോ വരുന്നത്, കണ്ടല്ലോ നല്ല ബോ. പിന്നെ ഞാനൊരു സാറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് ഇത് തയ്യാനായിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി അടുത്ത കാണിച്ചത് അടുത്ത അതിലും കുഞ്ഞു കുട്ടിക്കാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, അതിൽ ചെറിയൊരു കുഞ്ഞു കുട്ടിക്ക്, അതായത് ഏകദേശം 7-ാം മാസത്തിൽ പ്രസവിച്ചതുള്ളൂ. ഇപ്പം 90 ആവണുള്ളൂ. അപ്പോൾ കുട്ടി ശരിക്കും പ്രസവിക്കുന്ന ടൈം തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നല്ല ക്യൂട്ടായിട്ട് 2 നല്ല ബോയും ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൽ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന് മറ്റേത് കൊടുത്തതിൽ ലൈനിങ് കോട്ടനാണ്, ഇതിൽ ക്രേപ്പാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്, കാരണം കുഞ്ഞ്. പിന്നെ അതിക്ക് ചെറിയൊരു ട്രൗസറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, ചെറിയതായിട്ടൊരു ട്രൗസർ. എന്നാൽ പാൻറ്റ് പോലെ നിൽക്കും ചെയ്യണം, അങ്ങനത്തെ രൂപത്തിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ഇവിടെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അരക്കും അലാസ്റ്റിക്കാണ്, 2 കാലിനും അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞു ബോയും ഇതിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ 2 ഡ്രസ്സിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടല്ലോ, ഒന്നിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. മറ്റേ ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിൻ്റെ ലൈനിങ് കാട്ടുന്നില്ലല്ലോ, കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കേട്ടോ.
ഇതിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ ഫോണിൽ നിന്ന് കട്ടിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൻ്റെ നല്ല അടിപൊളി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ കാണിക്കുന്നതാണ്. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ. അസ്സലാമു അലൈക്കും.